ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണവുമായി IRGC 3 കപ്പലുകളാണ് 24 മണിക്കൂറിനോടെ ആക്രമിക്കപ്പെട്ടത്. ഇതിൽ 2 കപ്പലുകൾ IRGC പിടിച്ചെടുത്ത ഇറാൻ തീരത്തേക്ക് മാറ്റി. ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അമേരിക്ക നീട്ടിയ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമം തുടരുകയാണ് പാകിസ്ഥാൻ. വെടിനിർത്തൽ സമയപരിധി നീട്ടുകയാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഹോർമുസിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഇറാൻ. 24 മണിക്കൂറിനിടെ 3 കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്തി. പനാമ പതാക വഹിച്ച MSC ഫ്രാൻസിസ്ക, യൂഫോറിയ, ലൈബീരിയൻ പതാക വഹിച്ച എബാമിനോണ്ടാസ് എന്നീ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ആക്രമണം നടന്നത്. പിന്നാലെ യൂഫോറിയ ഒഴികെയുള്ള കപ്പലുകൾ IRGC പിടിച്ചെടുത്ത ഇറാൻ തീരത്തേക്ക് മാറ്റി. അതിനിടെ മധ്യസ്ഥ ശ്രമവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാനിലെ ഇറാനിയൻ അംബാസിഡറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ സമയപരിധി നീട്ടിയെങ്കിലും ഇറാനെതിരെയുള്ള നാവിക ഉപരോധം തുടരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ വെടിനിർത്തൽ നീട്ടിയത് ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബഫ് ആരോപിച്ചു. അതേസമയം ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന്റെ സായുധ സേന സജ്ജമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.